ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നാളെ എനിക്കൊരു നിശ്ചയത്തിന് പോകാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുടിയൊന്ന് സ്റ്റൈലാക്കാം. നാളെ എണീച്ചാലേറെ ഇതെങ്ങനെ ആവും എന്നുള്ളത്. പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്തെ ഇതുപോലെ മടഞ്ഞ് കെട്ടിക്കിടന്ന ഓർമ്മ എനിക്ക് ഇന്നും ഉണ്ട്. അപ്പോൾ രാത്രി ഇതുപോലെ കെട്ടിക്കിടക്കും, രാവിലെ എഴുന്നേറ്റ് മുടി കലത്തുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അന്ന് മുടിക്ക് നല്ല നീളം ഉണ്ടായിന്, ഇന്ന് മുടിക്ക് നീളം പോയിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ആട്ടെ ഇന്ന് കിടക്കുന്നത്. അപ്പോൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഇതാ മുടിയൊന്നും ആയിട്ടില്ല, നമ്മൾ കെട്ടിവെച്ച പോലെ തന്നെ ഉണ്ട്. അപ്പം വയറ്റിലൊക്കെ ഛർദിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എവിടെയും പുറത്ത് പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ പിരികൊക്കെ നല്ലോണം വളർന്നിട്ടുണ്ട്, അതെല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തു. പിന്നെ കുറച്ച് മുട്ട വെള്ളം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് മുഖത്ത് ഒരു മാസ്ക് പോലെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എണീച്ചിട്ട് ഫസ്റ്റ് പണി ഇതൊക്കെയാണ് കേട്ടോ. അതിന് വേണം ചായയും കടിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് മുഖത്ത് പുരട്ടി വെച്ചിട്ട് അടുക്കള പണിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. രാവിലെ തന്നെ ആരും വർത്താനം പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ മുഖം അധികം അങ്ങ് അനങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യൂലല്ല, ചുളിവ് വരും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒന്നും പ്രശ്നമില്ല. ഞാൻ എന്തെങ്കിലും മുഖത്ത് ഇതുപോലെ വാരി തേക്കുന്നുണ്ടെങ്കിൽ ഞാനത് രാവിലെ എല്ലാവരും എണീക്കുന്നതിന് മുന്നേ ചെയ്യാറില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിനെക്കൊണ്ട് ഒന്ന് സ്ക്രബ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ വിടാം, നന്നായിട്ട് ഉണങ്ങുന്ന സമയത്ത് മുഖം കഴുകാമെന്ന് വിചാരിക്കുന്നു. ഇത് ഉണങ്ങിയത് കുറച്ച് അധികമായിപ്പോയി, ഇത്ര ഉണങ്ങാൻ വേണ്ടി നിൽക്കണ്ട. എന്നാലും ഞാനിതാ മുഖമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് മോയ്സ്ചറൈസർ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. അതിനിടയ്ക്ക് എൻ്റെ ചായയും കടിയെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ പോകുമ്പോൾ എടുക്കുന്നത് ഈ ഒരു സാരിയാണ്. ഇന്നലെ സനിച്ചേട്ടൻ പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ അന്ന് സാരി മേടിച്ചുകൊണ്ടിരുന്നത്. ബ്ലൗസ് അടിക്കാൻ കൊടുക്കാനൊന്നും സമയമില്ല, എന്തായാലും കിട്ടൂല എന്നറിയാം. അതുകൊണ്ട് ഉള്ള വെള്ള ബ്ലൗസ് വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാനിത് സൺസ്ക്രീനാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ കൺമഷി. ഞാൻ ഐലൈനർ ഇടലില്ല, എനിക്ക് കൺമഷിയാണ് ഇടാനിഷ്ടം. എനിക്ക് മേക്കപ്പിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയില്ല. പണ്ടേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുക. ഇപ്പം സൺസ്ക്രീൻ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് അതൊന്നും ഉപയോഗിക്കില്ല, പൗഡർ ഇടും. എനിക്ക് പൗഡർ മുഖത്ത് പറ്റില്ല, പെട്ടെന്ന് കുരു വരുന്നതുകൊണ്ട് ഞാൻ പൗഡറോ കാര്യങ്ങളോ ഒന്നും ഇടലില്ല. ഒന്നിക്കലും മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺസ്ക്രീൻ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഇടും. കണ്ണെഴുതും, പൊട്ടുതിടും, ഒരു ലിപ്സ്റ്റിക്ക് കൂടി ഇടും. അപ്പോൾ ഇതാ മുടിയൊക്കെ അയച്ചാൽ ഇങ്ങനെയില്ല. ഞാൻ മോളോട് പറയുന്നത് ഈ ഒരു രീതിയിൽ തന്നെ കല്യാണത്തിന് പോയാലോ എന്ന്. അവൾ കുറേ ചിരിച്ചു. അതിനുശേഷം ഞാനിത് ഓരോന്നായിട്ട് അയച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മടയുന്നത് പോലെയല്ല, അയക്കാനും നല്ല പണിയുണ്ട്. അപ്പോൾ അയച്ചെടുത്ത സമയത്ത് ഇതാ ഇതുപോലെയുള്ള പേളിമാണീനെ കണക്കെന്ന് പറഞ്ഞ് മോളെന്നെ കുറേ സ്വീപ്പാക്കി. അപ്പം മുടി ഞാനിതാ ഇതുപോലെ കെട്ടി. ഞാൻ എന്ത് രീതിയിൽ കെട്ടിയാലും അവസാനം പോകാൻ നേരം കൊളായിട്ടേ പോകലില്ല എവിടെ പോകുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ മാസിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. മാർസിൻ്റെ ഗേൾ പവർ 10 ആണ് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ എൻ്റെ അടുത്ത് ഇല്ലൂ. പിന്നെ ഒന്ന് മോള് ഉപയോഗിക്കുന്നത്, അത് വെച്ചിട്ടാണ് ഞാൻ സിന്ദൂരം തൊട്ട് കിട്ടാം. അപ്പം മാലയും കാതിലൊക്കെ ഇട്ടതാ ഞാനിത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരുക്കം കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്